നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കണം. ചെറുതായിട്ട് തണുപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്ളോഗിൻ്റെ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമ്മുടെ ഈ പുറത്തെ ഇലയുടെ കളർ മാറി നിൽക്കണ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ പലഹാരത്തിൻ്റെ റെസിപ്പികളൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറേ ആയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ കൂടുതലായിട്ട് വ്ളോഗൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണം. കുട്ടികളൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അമ്മമാർക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. റവ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് റവ വേണം. ഞാനിവിടെ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് റവയിന് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത റോബസ്റ്റോളാണ് എടുത്തേക്കുന്നത്. റോബസ്റ്റോളത്തിന് പകരം വേറെ ഏത് പഴമായിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കാം. പിന്നെ 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, അല്ലെങ്കിൽ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എസൻസ് നിങ്ങൾക്ക് ചേർക്കാം. ഇനിയിപ്പോൾ എസൻസ് ചേർക്കാണ്ടും റെഡിയാക്കിയിട്ട് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ അപ്പം ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ മിക്സിങ് എല്ലാവരും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മിക്സിങ് നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്കുള്ള മിക്സിങ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർക്കാം. ഇത് ഇവിടെ നമ്മുടെ താറാവ് ഇടുന്ന താറാമുട്ട കേട്ടോ. താറാമുട്ടന് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, 2 മുട്ട. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, 5 ടേബിൾ സ്പൂൺ തേങ്ങ. അതിപ്പോൾ തേങ്ങ ഒരു ഏകദേശം അളവിലിടാം. ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങയും മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് ഇടുക. ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചേക്കണം പഴം ചേർക്കുക. പഴം നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ അടിച്ചിട്ട് ചേർക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നല്ല പഴുത്ത പഴം എടുക്കുക. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പഴം ഉടച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടയ്ക്ക് ചേർത്താലും അങ്ങനെ ചേർത്താലും മതി കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ചേർക്കാറുള്ളത്. ഞാൻ മറന്നു പോയതാ ഫസ്റ്റ് മുട്ട ഇട്ടത്. ഞാൻ പഴം നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ മുട്ടയ്ക്ക് ചേർത്താൽ മതി. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചെറിയ ഇങ്ങനെ ഒരു ചങ്ക്സ് പോലെ ഇതിനകത്ത് കിടക്കണം കേട്ടോ. കാരണം ഭയങ്കര സ്മൂത്തായിട്ട് വരണ്ട. മിക്സിയിലിട്ടിട്ട് നമ്മൾ അടിച്ചിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ട് വരില്ലേ, അങ്ങനെ വേണ്ട നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉടച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് റവ. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത്. വറുത്ത റവ ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി വെച്ചിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവ് എടുത്തിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തോ. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഇപ്പോൾ മിക്സിങ് നമുക്കൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുക. കാരണം പാലിൻ്റെ ഒരളവ് കറക്റ്റ് ഞാൻ പറയാനുള്ള, നമുക്ക് ഏകദേശം ഒരു 1/2 കപ്പ് പാലിൻ്റെ അടുത്ത് നമുക്ക് ആവശ്യമുണ്ടാവും. വാനില എസൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്.
വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഇപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഇത് നമുക്കൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് പാല് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ പശുമ്പാലാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പശുമ്പാൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ പാലൊന്നും ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വെള്ളം ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ പാല് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ അര ഗ്ലാസ് പാലിനെടുത്തേക്കുന്നത്. ഒറ്റയടിക്ക് ചേർക്കണ്ട, കാരണം ഭയങ്കര ലൂസായിട്ട് ഇരിക്കാനും പാടില്ല, എന്നാൽ ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കാനും പാടില്ല. നമ്മളിത് ഈ മിക്സിങ് നമ്മൾ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മൾ ഒരു സിപ്ലോക്കിൻ്റെ ഒരു കവറിൽ അല്ലെങ്കിൽ പാലിൻ്റെ കവറൊക്കെ ഇട്ടല്ലോ, ആ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മളിങ്ങനെ പീച്ചിട്ട് നമ്മളിങ്ങനെ ഓയിലേക്ക് ഇട്ടില്ല, അങ്ങനെ ഇടുന്നത്. അപ്പോൾ അതിങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയിലിരിക്കും നമ്മുടെ പലഹാരം. അത് നമ്മളിങ്ങനെ ഇടുമ്പോൾ ഓയിലേക്ക് വെക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡായി പോകണം. എന്നാൽ ഭയങ്കരമായിട്ട് വെള്ളം കൂടിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പ്രെഡായി എല്ലായിടത്തേക്കും ഇങ്ങനെ ഓടി നടക്കണ ഒരു പരിപാടിയില്ല, അങ്ങനെ ആവരുത്. അപ്പോൾ അതനുസരിച്ചിട്ട് പാൽ ചേർക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പാലിൻ്റെ ഒരു അളവ് നമ്മൾ കറക്റ്റ് പറയാത്തത്. കാരണം നമ്മൾ ചിലപ്പോൾ എടുക്കണ മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ ചേർക്കണ പഞ്ചസാരയുടെ അളവ് അനുസരിച്ചിട്ട് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും പാല് നമ്മൾ ചേർക്കണേ. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ. സാധാരണ നമ്മൾ റവയുടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഇത് മിക്സ് ചെയ്ത വഴിക്കാണ് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പലഹാരം നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അര കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു. അര കപ്പ് പാലിൽ നിന്ന് ഇപ്പോൾ ഇതിനകത്തിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാല് ബാക്കിയുണ്ട് കേട്ടോ. ഒരു കറക്റ്റ് അര കപ്പ് പാല് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു സിപ്ലോക്കിൻ്റെ കവറിലാക്കാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചാലും മതി. പക്ഷേ കവറിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലൊരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടും. മെയിനായിട്ടുള്ള വേറൊരു സാധനം നടന്നു കേട്ടോ, ഉപ്പും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. മറന്നു, ഉപ്പ് ഞാൻ അടുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആവശ്യമുണ്ടാവും. ഉപ്പ് ചേർക്കാൻ മറക്കരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മറന്നു. ഓക്കെ, നന്നായിട്ട് ഇങ്ങനെ പത പോലെ നോക്കിക്കേ, ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടേ. ഓക്കെ, അപ്പോൾ ഇനി ഞാനൊരു സിപ്ലോക്കിൻ്റെ കവർ എടുക്കട്ടെ. അപ്പോൾ ഒരു സിപ്ലോക്കിൻ്റെ കവറിലേക്ക് നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ, കാരണം ഇതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളിത് ഇട്ട വഴിക്ക് തന്നെ അതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള കളറ് നമുക്ക് കിട്ടില്ല. ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഓയിലിൽ ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡായി പോകണം കേട്ടോ. അങ്ങനെ ഒരു പരുവത്തിനാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഓയിലേക്ക് ഇടുമ്പോഴായിരുന്നാലും ഓയിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചൂടായിട്ട് ഇരിക്കണില്ല കേട്ടോ. ചെറിയ ചെറിയ തള വരണുള്ളൂ, അങ്ങനെ വന്നാൽ മതി. ചെറിയ ചെറിയ ബബിൾസ് വരണുള്ളൂ. പിന്നെ ഓരോന്ന് ഒഴിക്കുമ്പോഴായിരുന്നാലും ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് വെച്ചോ, കാരണം ഇത് സ്പ്രെഡായിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് കൂടും. ഇത് അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞായിട്ട് മറ്റേ സൈഡ് തിരിച്ചിട്ടാൽ മതിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഉള്ളിലുണ്ടല്ലോ നമ്മളിങ്ങനെ വേവാത്തത് നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോഴുണ്ടല്ലോ ഉള്ളിലെല്ലാവരും പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് വരും. അല്ല, ഇപ്പോൾ ഒട്ടും വിട്ടു പോന്നിട്ടില്ല. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞായിട്ട് മാത്രം ഇതൊന്ന് തൊട്ടാൽ മതി, എപ്പോഴും ഒന്ന് തൊടാൻ നിൽക്കണ്ട. കുറച്ച് ഇതിൻ്റെ ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോട്ടെ. അപ്പോൾ ആ മോൾ ഭാഗം ആയിരുന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ അത് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ബാറ്റർ വേവാത്ത ബാറ്ററൊക്കെ പുറത്തേക്ക് വരും. ഇത് ഓയിലിൽ നിന്ന് എടുക്കാൻ പോണതിന് മുമ്പ് തീ അത്യാവശ്യം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഓയിൽ പിടിച്ചിരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ശരിക്കും നമ്മൾ കേക്കൊക്കെ കഴിക്കില്ലേ അതേപോലെ ഇരിക്കുക. എന്താ നമ്മുടെ പലഹാരം നോക്കിക്കേ, ഇതിൻ്റെ ഉള്ളിലിരിക്കണ നോക്കിക്കേ,
തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, എന്നാൽ മാത്രമേ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കണേ, എൻ്റെ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് മൊരിച്ചിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ശരിക്കായിട്ട് നമുക്ക് റെഡിയായി കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പലഹാരങ്ങളെല്ലാവരും റെഡി. അപ്പോൾ അതെല്ലാവരും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭയങ്കര സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇത് ശരിക്കും എന്താ പറയുക, ഒരു കേക്കിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ ആയിരിക്കും. പക്ഷേ കേക്കൊക്കെ ഉണ്ടാക്കുന്ന അത്രയ്ക്ക് സമയമൊന്നും എടുക്കുന്നില്ല. പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ. ഇതിനകത്ത് നമ്മൾ മുട്ടയും പാലും ഒക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ പഞ്ചസാരയ്ക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കുറവ് ചേർത്താലും മതി, കാരണം പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പലഹാരം. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയും. നല്ല പഞ്ഞി പോലെ ഇരിക്കണേ, നല്ല ചൂടുണ്ട്. ആ തേങ്ങയുടെ ഒരു മുരുമുരിപ്പുണ്ടല്ലോ, അതേപോലെ തന്നെ ആ റവയുടെ ഒരു മുരുമുരിപ്പ് ഉണ്ടല്ലോ, ശരിക്കും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ആ റവയുടെയും തേങ്ങയുടെയും കൂടിയിട്ടുള്ള ആ കോമ്പിനേഷൻ വന്നപ്പോഴുണ്ടല്ലോ നല്ല രസമായിട്ടുണ്ട്. പിന്നെ തൈര് ഞാൻ ചേർത്തേക്കുന്നത് ഭയങ്കര പുളിയുള്ള തൈരല്ല കേട്ടോ, ഒരുപാട് പുളിയുള്ള തൈരല്ല, തൈരും കൂടിയിട്ട് ചേർക്കണം. അപ്പോഴാണ് പിന്നെ ആ പഴവും എല്ലാം കൂടി കൂടുമ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. ആ പഴത്തിൻ്റെ ഒക്കെ ഒരു കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ കൂടിയിട്ടാണ് മൊരിഞ്ഞ് വന്നപ്പോഴേ നല്ല രസമാണ്. അപ്പം ഇനി കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഉണ്ണിയപ്പത്തിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് എനിക്കാണോ ഇത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഒരു ഒഴിച്ചിട്ട് വേണമെങ്കിൽ റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ അതിനകത്ത് ഒഴിച്ചിട്ടും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം.